സംസ്ഥാനത്ത് തദ്ദേശ പോര് ആദ്യഘട്ടത്തിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിക്കാണ് കലാശക്കൊട്ട്. അനൗൺസ്മെന്റുകളും ജാഥകളും പ്രകടനങ്ങളും ഇന്ന് വൈകിട്ടോടെ അവസാനിക്കും. തുടർന്നുള്ള ഒരു ദിനം നിശബ്ദ പ്രചാരണങ്ങളായിരിക്കും നടക്കുക. ബഹളങ്ങളില്ലാത്ത വോട്ടു തേടലിന്റെ ഒരു ദിനം പിന്നിട്ട് ചൊവ്വാഴ്ച ജനങ്ങൾ സമ്മതിദാനം രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ജില്ലാ പഞ്ചായത്തുകളും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്ക് 36,630 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 7 ജില്ലകളിലായി 1.31 കോടി വോട്ടർമാരും 15,432 പോളിംഗ് ബൂത്തുകളുമാണുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 6-ന് പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് നടത്തും. തുടർന്ന് 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോഗ്രാഫർമാരെയും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കായി 3 വോട്ടും നഗരസഭയിൽ 1 വോട്ടും രേഖപ്പെടുത്താവുന്നതാണ്. ക്രമസമാധാന പാലനത്തിന് 70,000 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയിരുന്നു. അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. കലാശക്കൊട്ട് കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കലാശക്കൊട്ടിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ 48 മണിക്കൂർ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാടിന്റെ മുക്കിലും മൂലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ എത്തിച്ച 20 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചരണത്തിനാണ് ഇന്ന് വൈകുന്നേരം തിരശ്ശീല വീഴുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും പൊതുരാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് മേൽക്കൈ. വികസന ക്ഷേമകാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി, ശബരിമല സ്വർണ്ണക്കൊള്ള, ജമാഅത്തെ ഇസ്ലാമി ബന്ധം, CPIM BJP അന്തർധാര, ദേശീയപാത തകർച്ച തുടങ്ങിയവയാണ് രംഗം കൈയടക്കിയത്.